അള്ളാഹുവിൻ്റെ പ്രത്യേക ക്ഷണം ലഭിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന രാത്രിയുടെ ആഴത്തിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ അടുത്തു വരുന്ന ഈ സമയത്ത് തഹജ്ജുദിൻ്റെ മഹത്വവും അതിൻ്റെ ആത്മീയ ശക്തിയും നമ്മൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇശാ നമസ്കാരത്തിന് ശേഷം കുറച്ചു സമയം ഉറങ്ങി എഴുന്നേറ്റ് ചെയ്യുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. ഇത് 2 റക്അത്താണ്. എന്നാൽ എത്ര 2 റക്അത്ത് വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാം. തഹജ്ജുദ് നിസ്കാരം നിർബന്ധമില്ല. പക്ഷേ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നിസ്കാരങ്ങളിൽ ഒന്നാണ് തഹജ്ജുദ് നിസ്കാരം. അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്, രാത്രിയുടെ ചില ഭാഗങ്ങളിൽ നീ നമസ്കാരം നിർവഹിക്കൂ, അത് നിനക്കൊരു അധിക ആരാധനയായിരിക്കും. ഒരു കഥ ഞാൻ പറയട്ടെ. ഒരു പാവപ്പെട്ട മനുഷ്യൻ, ജീവിതത്തിൽ പ്രശ്നങ്ങളും വേദനകളും മാത്രമുള്ള ഒരു മനുഷ്യൻ. മനുഷ്യരോട് പറഞ്ഞാൽ ആരും കേൾക്കില്ല, അതിന് പരിഹാരമില്ല. ഒരു ദിവസം അവൻ തീരുമാനിച്ചു, ഇന്ന് ഞാൻ എൻ്റെ ദുഃഖങ്ങളെല്ലാം അള്ളാഹുവിനോട് മാത്രം പറയും. അങ്ങനെ രാത്രിയുടെ അവസാന 3/1 എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവൻ ഉറക്കം വിട്ട് വുളൂ ചെയ്ത് നിസ്കാരത്തിനായി, തഹജ്ജുദ് നിസ്കാരത്തിനായി നിൽക്കുന്നു. അങ്ങനെ അവൻ നിസ്കരിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന സമയം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആരംഭിച്ചു. എന്നാൽ പ്രശ്നങ്ങൾ മാറിപ്പോയില്ലെങ്കിലും അവയെ നേരിടാനുള്ള ഒരു ശക്തി അവന് ലഭിച്ചു. അതായിരുന്നു തഹജ്ജുദിൻ്റെ മായാജാലം. തഹജ്ജുദ് ഹൃദയത്തിന് സമാധാനം നൽകുന്ന നിസ്കാരമാണ്. പാപങ്ങൾ മാപ്പാക്കാനുള്ള ഒരു വഴിയാണ്. നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ആരാധന കൂടിയാണ്. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രി നിസ്കാരമാണെന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രത്യേക സാമീപ്യം, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കൽ, ദുആകൾക്ക് വേഗത്തിൽ ഉത്തരം, ആഖിറത്തിൽ ഉയർന്ന പദവി. ഇങ്ങനെ ഓരോ രാത്രിയും അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, എന്നോട് ചോദിക്കുന്നവരുണ്ടോ ഞാൻ നൽകാം, മാപ്പ് തേടുന്നവരുണ്ടോ ഞാൻ മാപ്പ് നൽകാം. ഖുർആൻ ഇറങ്ങിയ നമ്മുടെ റമദാൻ മാസം ഇതാ അടുത്തു വന്നല്ലോ. ഈ മാസത്തിൽ തഹജ്ജുദിൻ്റെ പ്രാധാന്യം ഇരട്ടിയാക്കും. അത്താഴത്തിന് കുറച്ച് നേരത്തെ എണീറ്റ് കുറച്ച് റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഹൃദയം തുറന്ന് ദുആ ചെയ്യുക. റമദാനിലെ തഹജ്ജുദ് ഒരു വിശ്വാസിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് നമുക്കും തുടങ്ങാം. മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അള്ളാഹുവിനോട് തുറന്നു പറയാം. നമ്മൾ ഉറക്കം വിട്ട് എഴുന്നേൽക്കുന്ന ആ നിമിഷം മുതൽ അള്ളാഹുവിൻ്റെ കരുണ നമ്മളെ തേടിയെത്തുന്ന നിമിഷമാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നവരാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.